കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് സുധീഷ് നിധിയുടെ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. നിലത്ത് പാവിച്ച് കിടന്ന സുധീഷ് സന്തോഷത്തോടെ താങ്ക് യു അച്ഛ, ഇപ്പോഴാ അച്ഛനൊരു അച്ഛനായത് എന്ന് മനസ്സിൽ പറയുമ്പോൾ തൊട്ടടുത്ത് കാട്ടിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് നിധി. അച്ഛനെ റൂമിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം സുഭാഷ് പെട്ടെന്ന് ഇവരുടെ റൂമിനടുത്തേക്ക് വരുന്നുണ്ട്. വാതിലിൽ മുട്ടിക്കൊണ്ട് സുധീഷേ എടാ വാതിൽ തുറക്കടാ എന്ന് പറയുമ്പോൾ നിധി പെട്ടെന്ന് പോയി ഡോറ് തുറക്കുന്നുണ്ട്. നിധി സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എടാ നീ പുറത്തേക്ക് വന്നേ എന്ന് സുധീഷിനോട് പറയുമ്പോൾ പായം അടക്കിക്കൊണ്ട് നാശം പിടിക്കാൻ ഇങ്ങേർക്ക് ജന്മം പെണ്ണ് കിട്ടാതെ പോട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുധീഷ് പുറത്തേക്ക് വരുന്നുണ്ട്. സുധീഷ് പുറത്തേക്ക് ഇറങ്ങിയ പാടെ നിധി സുഭാഷിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ട് അകത്ത് പോയിരിക്കുന്നുണ്ട്. സുഭാഷ് തന്നെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് സുധീഷ് അച്ഛൻ പറഞ്ഞിട്ടാ എന്ന് പറയുമ്പോൾ പിന്നെ അച്ഛൻ പറയുന്നത് മാത്രം കേട്ട് നടക്കുന്ന മോനല്ലേ നീ, പോയി കിടക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് സുധീഷിന്റെ പായ എടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് അവരുടെ അടുത്ത് പോയി പായ വിരിച്ച് അവിടെ കിടക്കാണ്. സുഭാഷിന്റെ ഈ പ്രവൃത്തിയൊക്കെ കണ്ട് സംശയത്തോടെ എഴുന്നേറ്റിരുന്ന ഹരീഷ് സുഭാഷ് ചേട്ടൻ എന്തിനാ സുധീഷ് ചേട്ടനെ റൂമിന് പുറത്തേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് കിടന്നുറങ്ങേ എന്ന് സുഭാഷ് പറയുമ്പോൾ അല്ല സുഭാഷ് ചേട്ടാ, അവരുടെ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെന്താ അവരെ ഒരുമിച്ച് റൂമിൽ കിടന്നാല്, സുഭാഷ് ചേട്ടൻ എന്തിനാ സുധീഷ് ചേട്ടനെ പുറത്തേക്ക് വിളിച്ചത് എന്ന് ഹരീഷ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. നിന്നോടല്ലേ കിടന്നുറങ്ങാൻ പറഞ്ഞേ എന്ന് സുഭാഷ് പറയുമ്പോൾ എന്നാലും അതിന്റെ കാരണം എന്താണെന്നാ ചോദിച്ചേ എന്ന് ഹരീഷ് പറയുമ്പോൾ എടാ എൻ്റെ കല്യാണം കഴിയാതെ ഇവരൊരുമിച്ച് കഴിയില്ലെന്ന് ഇവൻ ശപഥം ചെയ്തതല്ലേ, പിന്നെ ആ വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ കിടന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്ന് ഒന്ന് ഇരുത്തി മൊളിക്കൊണ്ട് ഹരീഷും ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. വല്ലാത്തൊരു ശബ്ദമായിപ്പോയി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടാ അത്ര കാര്യമുള്ള ശബ്ദമൊന്നും അല്ല കേട്ടോ എന്ന് പറയുമ്പോൾ സുഭാഷും അവനെ ദേഷ്യത്തോടെ ഉപദ്രവിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഹരീഷ് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് വരുന്നത്. എന്താടാ നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ, കാപ്പി എടുക്കണോ അല്ല പല്ല് തേച്ചിട്ടൊക്കെ മതിയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്താടാ എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അല്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. സ്വന്തം ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിലും മറ്റുള്ളവർ സന്തോഷിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സാണ് സുഭാഷ് ചേട്ടന് എന്നാണ് ഞാൻ ഇത്രയും കാലം കരുതിയത്. പക്ഷെ അതങ്ങനെയല്ലാന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. സുഭാഷ് അനിയന്മാരെ എന്ത് നന്നായിട്ടാണ് നോക്കുന്നേ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചാൽ മാത്രം മതിയല്ലേ സുഭാഷ് ചേട്ടന് എന്ന് ഹരീഷ് പറയുമ്പോൾ നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ, ഇങ്ങനെ കുത്തുവാക്കുകളൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഓ അപ്പൊ ഞാൻ പറയുന്നതാണോ പ്രശ്നം എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീ എന്തായാലും കാര്യം പറ, എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ ഇന്നലെ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ, സുധീഷ് ചേട്ടനെ ഇന്നലെ ആ മുറിയിൽ നിന്നും വിളിച്ച് പുറത്തിറക്കിയപ്പോൾ സുഭാഷ് ചേട്ടൻ എന്താ പറഞ്ഞേ, സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി സുധീഷ് ചേട്ടൻ്റെ ഒരു ജീവിതം എന്ന്. സുഭാഷ് ചേട്ടൻ ഒരിക്കലും ഇത്ര സ്വാർത്ഥനാവരുത്, അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ, അവരെ ഒരു മുറിയിൽ കഴിഞ്ഞാൽ എന്താ കുഴപ്പം, അച്ഛൻ ഇന്നലെ രാത്രി അവരെ ഒരുമിച്ചാക്കിയതല്ലേ, പിന്നെന്ത് സുധീഷ് ചേട്ടനെ സുഭാഷ് ചേട്ടൻ വിളിച്ച് പുറത്തിറക്കിയത്, സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിയുന്നത് വരെ അവരും അതുപോലെ ജീവിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഹരീഷ് വീണ്ടും എന്താ ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ അത് തന്നെയാണ് ശരി എന്ന് സുഭാഷ് പറയുമ്പോൾ എന്ത് ശരി, സുധീഷ് ചേട്ടന്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇക്കാര്യം സുഭാഷ് ചേട്ടനോട് സൂചിപ്പിച്ചതാ. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറഞ്ഞു അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് സന്തോഷം എന്ന്. പിന്നെന്തിനാ സുഭാഷ് ചേട്ടൻ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ വിലങ്ങുതടിയാവാൻ പോകുന്നത്, വേറെ ആരിങ്ങനെ ചിന്തിച്ചാലും ഞാൻ അതൊക്കെ വിട്ട് കളഞ്ഞേനെ, പക്ഷേ സുഭാഷ് ചേട്ടനെ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും കരുതിയില്ല. എന്തായാലും ഇത് വളരെ മോശമായി പോയി സുഭാഷ് ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് വീട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. സുഭാഷും അവനെ നോക്കി ടെൻഷനോടെ നിൽക്കാണ്. അവിടെ പുറത്ത് അവരുടെ അച്ഛൻ ഭാസ്കരൻ സുഹൃത്തിനോട് സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. സത്യം പറയാലോ ഭാസ്കരേട്ടാ, വീട്ടിൽ പോവാൻ തന്നെ ഇഷ്ടമില്ല. മോളെ ഇത് സുധീരൻ, പേരിൽ മാത്രമേ ഉള്ളൂ ധീരത, ഭാര്യയുടെ മുന്നിലെത്തിയാൽ സൂ പോയി ആവും എന്ന് പറഞ്ഞ് അയാളെ കളിയാക്കിക്കൊണ്ട് അയാളെ നിധിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എടാ നീ അവൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം അധികം കൊടുത്തു, അതാ പറ്റിയത് എന്ന് ഭാസ്കരൻ പറയുമ്പോൾ എന്ത് ചെയ്യാനാ ഭാസ്കരേട്ടാ, ഒരു സമാധാനവും ഇല്ല എന്ന് അയാളും പറയുന്നുണ്ട്. അതിനെ ആദ്യം ഭാര്യമാരെ നിലക്ക് നിർത്തണം, അതാദ്യം ചെയ്തില്ലെങ്കിൽ ഇതാവും അവസ്ഥ. എടാ സുധീര, നാരി ഭരിച്ചിടം നാരകം വെച്ചിടം കൂവളം കെട്ടിടം, ഇതൊക്കെ നശിക്കുന്ന ചൊല്ല്, അതൊക്കെ മനസ്സിലാക്കി നമ്മളങ്ങ് പെരുമാറണം, വല്ലതും മനസ്സിലായോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അയാളും പറയുന്നുണ്ട്. പെണ്ണ് ഭരിക്കുന്ന സ്ഥലവും നാരകം വെച്ച സ്ഥലവും കൂവളം നശിച്ചു പോയ സ്ഥലവും നായ പെറ്റ സ്ഥലമൊക്കെ നശിച്ചു പോകുന്ന പറയുന്നത്. നിന്റെ കാര്യത്തിൽ വീട് ഭരിക്കുന്നത് അവളാ, ഭാര്യ, അപ്പം മുടിയും, ഒരു സംശയമില്ല. എടാ ആണ് പറയുന്നതായിരിക്കണം വീട്ടിലെ നിയമം, ആണ് പിടിച്ച കയ്യാലെ വേണം കുടുംബം നടക്കാൻ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അവൾ അതിൽ പിടിച്ചു തൂങ്ങും,
പിന്നെ നമുക്കൊന്നും മിണ്ടാൻ പോലും പറ്റില്ല. കലപില കലപില എന്ന് തുടങ്ങും എന്നയാൾ പറയുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. മിണ്ടാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്നയാൾ ചോദിക്കുമ്പോൾ കവാല കുറ്റി നോക്കി ഒറ്റ അടി കൊടുക്കണം എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി ടെൻഷനോടെ അതും കേട്ട് നിൽക്കുന്നുണ്ട്. കണ്ണീന്ന് പൊന്നീച്ച പറയണം, കാതീന്ന് പൊന്നീച്ചയുടെ മൂളൽ കേൾക്കണം, ഇനി അതുകൊണ്ട് ശരിയായില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ കഴുത്തുവിട്ടുന്ന ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ആകെ പരിഭ്രമത്തോടെ കേട്ട നിധി നികേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അമ്മയെ അച്ഛൻ കൊന്നതാണെന്നാ പറയുന്നേ. കുറെ നാൾ അത് കഴിഞ്ഞ് അച്ഛൻ ജയിലിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്ത് ടെൻഷനോടെ നിധി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഏട്ടാ, നിങ്ങൾ എന്തായി പറയുന്നേ? ഞാൻ അവളെ കൊന്ന് ജയിലിൽ പോണോ എന്ന് സുധീരൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ സമാധാനമില്ലാതെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ജയിലിൽ പോകുന്നത് തന്നെ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അതിന് എനിക്ക് ഭാസ്കരേട്ടൻ്റെ അത്ര ധൈര്യമില്ലല്ലോ എന്ന് സുധീരൻ പറയുമ്പോൾ എടോ, നിന്നോട് ആരാ കൊല്ലാൻ പറഞ്ഞേ? ഒരുമിച്ച് കഴിയാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് കരോ മാൻ. പെണ്ണുങ്ങളുടെ മുടിക്കേ നീളമുള്ളൂ, ബുദ്ധിക്ക് അത്ര നീളമൊന്നുമില്ല. അതുകൊണ്ട് നീ അവളെ ഒഴിവാക്കുന്നു കണ്ടാൽ അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നോളും എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അപ്പൊ ശരി ഭാസ്കരേട്ടാ, ഞാൻ പോയേക്കാം എന്നും പറഞ്ഞ് സുധീരൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഭാസ്കരൻ ആ മോളെ എന്ന് പറഞ്ഞ് നിധിയെ നോക്കാൻ തിരിയുമ്പോൾ നിധി അവിടെ കാണുന്നില്ല. പോയോ അതോ പേടിച്ചോടിയോ? ആ, എന്തായാലും ഇത്തിരി ഭയം ഉള്ളിൽ നല്ലതാ എന്ന് ഭാസ്കരൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ വീടിന്റെ പുറകുവശത്ത് ചിരിച്ചോണ്ട് മൊബൈലിൽ നോക്കിയിരിക്കുന്ന നികേഷിന്റെ അടുത്തേക്ക് നിധി വരുന്നുണ്ട്. നികേഷെ എന്ന് നിധി വിളിക്കുമ്പോൾ നികേഷ് പെട്ടെന്ന് ഫോൺ മാറ്റി വയ്ക്കുന്നുണ്ട്. നിധി ടെൻഷനോടെ അവിടെ പുറത്തെ അച്ഛനൊരാൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓ, അത് സുധീരേട്ടനാ, അയാളുടെ ഭാര്യയുടെ കുറ്റം വന്ന് പറയല അയാളുടെ മീൻ പണി എന്ന് നികേഷും പറയുന്നുണ്ട്. ഓ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി അല്ല നീ എന്താ നോക്കുന്നുണ്ടായിരുന്നേ എന്ന് നികേഷിനോട് ചോദിക്കുന്നുണ്ട്. എന്ത്, ഒന്നും നോക്കിയില്ലല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ അല്ല, എന്നെ കണ്ടപ്പോൾ നീ പെട്ടെന്ന് മാറ്റിയത് ഞാൻ കണ്ടു എന്ന് നിധിയും പറയുന്നുണ്ട്. ഓ അതോ, ഞാൻ കുറച്ച് ഫോട്ടോസ് നോക്കുമായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് നികേഷ് പറയുന്നുണ്ട്. ആരുടെ ഫോട്ടോയാ എന്ന് നിധി ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് നികേഷ് നാണത്തോടെ പറയുമ്പോൾ എന്താ ആകെ ഒരു നാണമൊക്കെ ഉണ്ടല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് പിന്നെ എൻ്റെ കോളേജിലെ ഒരു കുട്ടിയാ എന്ന് നികേഷ് പറയുമ്പോൾ ആഹാ, വെറും കുട്ടിയല്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അവൾ എക്കണോമിക്സിലാ എന്ന് നികേഷ് പറയുമ്പോൾ ഓ, അപ്പൊ നിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല അല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരുമിച്ചാ എന്ന് നികേഷ് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവന്റെ സംസാരം കേട്ടിരിക്കുകയാണ് നിധി. അത് പിന്നെ ചേച്ചി, അവൾ കോളേജിലെ സ്റ്റാറാ, ഇടുന്ന റീൽസും വീഡിയോസൊക്കെ എന്ത് പോപ്പുലർ ആണെന്നറിയോ? കോളേജിലെ പിള്ളേരൊക്കെ അവളുടെ പുറകെയാ, പക്ഷെ അവൾ നോക്കുന്നത് എന്നെയാണ് കേട്ടോ എന്ന് നികേഷ് നാണത്തോടെ പറയുമ്പോൾ ആഹാ, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സംസാരിച്ചിട്ടില്ല, പക്ഷേ ഇടുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നികേഷും പറയുന്നുണ്ട്. ആ, അപ്പൊ പുരോഗമനം ഉണ്ടല്ലേ എന്ന് നിധി ചിരിച്ചുകൊണ്ട് മറുപടി പറയാണ്. അപ്പോഴേക്കും ഒരു സഞ്ജയായിട്ട് സുഭാഷ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എടാ നികേഷ്, നീ ഒന്ന് കടയിൽ പോയിട്ട് വന്നേ, ഇച്ചിരി സാമ്പാർ പരിപ്പും പഞ്ചസാരയൊക്കെ വാങ്ങിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴോ, നല്ല വെയിലായേട്ടാ എന്ന് നികേഷും പറയുന്നുണ്ട്. അതിനെന്താടാ, ഈ കവല വരെ പോയപ്പോരെ, പെട്ടെന്ന് പോയിട്ട് വാ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ഞാൻ പോവായേട്ടാ എന്ന് പറയുന്നുണ്ട്. അയ്യോ അത് വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് നികേഷ് പറയുമ്പോൾ എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് നിധി പറയുന്നുണ്ട്. എന്നാലേ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് ഓടുകയാണ്. നികേഷും നല്ല കമ്പനി ആയല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ പിന്നെ നമ്മൾ സെറ്റല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. നിധി വരുന്നതിന് മുന്നേ അവൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു, എവിടെയെങ്കിലും ഒരു സൈഡിൽ മൂകനായിട്ട് അങ്ങിരിക്കും. ഇപ്പോഴാ ശരിക്കും ഒന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിയത്. ഇനി നിധി പോയാ ഇതൊക്കെ വീണ്ടും പഴയ പോലെയാവും എന്ന് സുഭാഷ് പറയാണ്. മോൾക്ക് ഇവിടുന്ന് പോണോ, ഇവിടെ നിന്നാ പോരെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും സുഭാഷ് ഏട്ടാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല, മോള് സുധീഷിനെ നോക്കണ്ട, നമ്മളെല്ലാവരും ഇല്ലേ, മോൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, ഇവിടെ തന്നെ താമസിച്ചൂടെ, വെറുതെ എന്തിനാ വാടക വീടൊക്കെ നോക്കുന്നേ എന്ന് സുഭാഷ് പറയുമ്പോൾ അതല്ല സുഭാഷ് ഏട്ടാ, ഹരീഷും നികേഷും ഒക്കെ കരുതിയിരിക്കുന്നത് ഞാൻ അവരുടെ സ്വന്തം ഏട്ടത്തിയമ്മയാണെന്നല്ലേ. ഇനി അതല്ല എന്ന് ഞാൻ ഇവിടെ താമസിച്ചാൽ അതങ്ങനെയല്ല എന്ന് അവരറിയും, അപ്പോൾ അവരെന്നെ തെറ്റിദ്ധരിക്കില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അവരോട് നടന്ന സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ പോരെ മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ എന്നാലും അത് ശരിയാവില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധി തീർത്ത് പറയുന്നുണ്ട്. എന്തായാലും മോളുടെ ഇഷ്ടം, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞതേ ഉള്ളൂ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി നികേഷ് എത്തുന്നുണ്ട്. പൂവാ എടുത്തി എന്നവൻ പറഞ്ഞുകൊണ്ട് സാധനങ്ങളുടെ പേരൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നുണ്ട്. സുഭാഷ് കാശ് കൊടുക്കുമ്പോൾ കാശ് മേടിച്ച് ബാക്കി കാശിന് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങുവേ എന്ന് സുഭാഷിനോട് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. പിന്നീട് തോമസ് ഏട്ടനുമായിട്ട് സംസാരിക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. നീ ഇങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഒരു കാര്യമില്ല സുധീഷെ, നിന്നോട് എന്നെ കാണാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് അയാൾ പറയുമ്പോൾ ദേഷ്യപ്പെടരുത് തോമസ് ഏട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് സുധീഷും പറയുന്നുണ്ട്. നിന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണാൻ പാടില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് അയാൾ പറയുമ്പോൾ
തോമസ് ഏട്ടൻ എന്നെ തല്ലോ പിടിച്ച് പുറത്താക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അതിനു മുന്നേ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് എന്ന് സുധീഷ് പറയുമ്പോൾ നീ വാചകം അടിച്ച് എന്നെ വീഴ്ത്താനൊന്നും നോക്കണ്ട എന്ന് തോമസും പറയുന്നുണ്ട്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ തോമസ് ഏട്ടൻ എടുത്തില്ല. നേരി വന്ന് കാണാമെന്ന് കരുതുമ്പോൾ ഇങ്ങനെ മുഖം അടിച്ചൊന്നും പറയില്ലേ. ഒന്നുമില്ലെങ്കിലും ഞാൻ കുറേ നാളായി തോമസ് ഏട്ടൻ്റെ വണ്ടികൾ ഓടിക്കുന്നതല്ലേ. ഇതുവരെ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടുണ്ടോ, പരാതികൾ വന്നിട്ടുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതിന് എല്ലാ കാലത്തേക്കുള്ളത് നീ ഒന്നിച്ച് തന്നല്ലോ എന്നയാൾ മറുപടി പറയാണ്. തോമസ് ഏട്ടാ, ഒരു 5 മിനിറ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേൾക്ക്, വെറും 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് തോമസ് ഏട്ടന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. തോമസ് ഏട്ടൻ്റെ അനിയന് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു. തോമസ് ഏട്ടൻ അന്ന് നാട്ടിലില്ലായിരുന്നു, പുറത്ത് വിസിറ്റിങ്ങിന് പോയിരിക്കായിരുന്നു. എന്ത് വേണടാ സുധീഷേ എന്ന് തോമസ് ഏട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരുമിച്ച് ആളില്ലാത്തത് കൊണ്ട് അവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാനും അവൻ്റെ കൂടെ പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 ദിവസം കൊണ്ട് ഞാൻ ഒപ്പിച്ചത് 30 കുപ്പി രക്തമാ. 4-ാം ദിവസം തോമസ് ഏട്ടൻ വന്നു, അനിയൻ രക്ഷപ്പെട്ടു. അന്ന് ഡോക്ടർ തോമസ് ഏട്ടനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ, നന്ദി പറയേണ്ടത് ഈ ചെറുപ്പക്കാരനോടാണെന്ന്. അന്ന് പക്ഷെ ഞാൻ ആ നന്ദി പറയാൻ തോമസ് ഏട്ടനെ സമ്മതിച്ചില്ല. കാരണം എന്താ, ഞാൻ തോമസ് ഏട്ടനെ കണ്ടത് എൻ്റെ സുഭാഷ് ഏട്ടൻ്റെ സ്ഥാനത്തായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നീ എന്നെ ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ച് ചാക്കിലാക്കാൻ നോക്കല്ലേ എന്ന് തോമസ് മറുപടി പറയുന്നുണ്ട്. എന്തിനാ ചാക്കിലാക്കുന്നത്, അന്ന് ഞാനത് ചെയ്തത് എന്തെങ്കിലും ലാഭം നോക്കിയിട്ടാണെങ്കിലേ അന്ന് എനിക്ക് തോമസ് ഏട്ടൻ തന്ന പണം എനിക്ക് വാങ്ങിക്കാമായിരുന്നല്ലോ. ഇന്നിപ്പോൾ ഇത്ര ചെറിയൊരു കാര്യം സംഭവിച്ചതിന് അതും തോമസ് ഏട്ടനെ വ്യക്തിപരമായി ബാധിക്കാത്ത കാര്യം. അപ്പോഴേക്കും തോമസ് ഏട്ടനെല്ലാം മറന്നു എന്ന് സുധീഷ് പറയുമ്പോൾ നീ ചെയ്തതേ അങ്ങനെ ഒരു കാര്യമാണ്. നിന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ച ആളെയാ നീ ചതിച്ചത്. ശരിയാ, തെറ്റ് തന്നെയാ. പക്ഷെ അത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ ഒരു ചേട്ടനല്ലേ, അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കില്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ എന്ത് ന്യായമാണ് എനിക്കിതിന് പറയാനുള്ളത് എന്ന് തോമസ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. തോമസ് ഏട്ടാ, ഞാൻ അവിടേക്ക് ചെന്നത് നിങ്ങൾ പറഞ്ഞു വിട്ട ഒരു ഡ്രൈവറായിട്ടായിരുന്നു. അപ്പോഴൊന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സൊന്ന് ആടിപ്പോയി തോമസ് ഏട്ടാ. അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരെയോ തോമസ് ഏട്ടനെയോ ആരെയോ ഓർത്തില്ല. അതെൻ്റെ തെറ്റ് തന്നെയാ. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആരായാലും അങ്ങനെയല്ലേ ചെയ്യൂ എന്ന് സുധീഷ് പറയുമ്പോൾ നീ ഇപ്പോൾ പറഞ്ഞതാണ് ശരി. നീ അപ്പോഴേ നിൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ, അതുവഴി മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും നീ ചിന്തിച്ചില്ല എന്ന് തോമസ് പറയുമ്പോഴേക്കും തോമസ് ഏട്ടാ, നിങ്ങൾ ഒരിക്കൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചതല്ലേ. രാത്രിക്ക് രാത്രി പെണ്ണിനെയും വീട്ടിൽ നിന്ന് ചാടിച്ച് മലയാറ്റൂർ മല കയറി പൊന്നും കുരിശുമുത്തപ്പൻ്റെ മുന്നിൽ വെച്ച് താലി കെട്ടിയ കഥ നിങ്ങൾ തന്നെ എത്രയോ തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു. അതൊക്കെ കേട്ട് വളർന്ന അനിയൻകുട്ടിയല്ലേ ഞാൻ. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഞാൻ മാതൃകയാക്കിയത് നിങ്ങളെയാ. നിങ്ങളാണ് എൻ്റെ സൂപ്പർ ഹീറോ. അതിലെന്താ തെറ്റുള്ളത്? തോമസ് ഏട്ടനപ്പോൾ മലയാറ്റൂർ മല കയറിയത് എന്തുകൊണ്ടാ? ഇടുക്കിയിലെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ മുതലാളിക്ക് ചേച്ചിയെ കെട്ടിച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ. നിധിയുടെ അച്ഛനും അവളെ മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായിരുന്നു തീരുമാനിച്ചത്. അവൾക്കതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾക്കൊരു സഹായത്തിന് വേറെ ആരും ഉണ്ടായിരുന്നില്ല തോമസ് ഏട്ടാ. അതുകൊണ്ടാ ഒരാഴ്ച കൊണ്ട് നമ്മൾ അത്രയും അടുത്തത്. ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനും തീരുമാനിച്ചു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഒരാഴ്ച കൊണ്ട് പതിയെ പ്രേമത്തിലായി അല്ലേ. എടാ, എൻ്റെ അൻസിയെ ഞാൻ സ്നേഹിച്ചത് 10 വർഷം കൊണ്ടാ. 10 ദിവസം എടുത്തില്ല നീ എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോൾ അത് തോമസ് ഏട്ടാ ഈ ടെക്നോളജിയുടെ ഒക്കെ ഒരു മാറ്റം കൊണ്ടാ എന്ന് സുധീഷ് മറുപടി പറയാണ്. പണ്ടൊക്കെ കാണാൻ തന്നെ എത്ര നാൾ കാത്തിരിക്കണമായിരുന്നു, ഒന്നും മിണ്ടാനോ എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ അത് ശരിയാ, 1 വർഷം കഴിഞ്ഞാൽ ഞങ്ങളൊന്നും മിണ്ടിയത് എന്ന് തോമസും പറയുന്നുണ്ട്. അതുപോലെയല്ലല്ലോ ഇപ്പോഴെല്ലാം ഓൺലൈനല്ലേ. ഹായ് ഡാ എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 4ാമത്തെ മെസ്സേജ് കഴിച്ചോ എന്നാ. ഈ സ്മൈലി ഉള്ളത് കൊണ്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര എളുപ്പമാണ്. 3 ദിവസം മതി കട്ടപ്രേമത്തിലാവാൻ. ഒരു 10 ദിവസമായി കഴിഞ്ഞാൽ തന്നെ ഏത് കാട്ടിലേക്കും ഒരുമിച്ച് വരാൻ തയ്യാറാവും. ഇത് പണ്ടത്തെ കാലം നല്ല തോമസ് ഏട്ടാ. ടെക്നോളജി പ്രേമത്തിനെ ഈസിയാക്കി. നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ സ്മൈലീസൊക്കെ കൊണ്ട് ഈസി ആയിട്ട് പറയാം എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ ഓ, അപ്പോൾ ടെക്നോളജി ചാലിച്ച കാമുകനാണ് നീ അല്ലേ എന്ന് തോമസ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. ആ, ഏറെക്കുറെ. തോമസ് ഏട്ടാ, അവളെ എവിടെയോ ഇട്ടിട്ട് വന്നാൽ എൻ്റെ ജോലി പോവില്ലായിരുന്നു. തോമസ് ഏട്ടനൊരു കാര്യം അറിയോ, ആദ്യ രാത്രി തന്നെ അവൾ എനിക്കൊരു ബ്ലേഡ് കാണിച്ചു തന്നു. എന്തിനാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ തോമസ് ഏട്ടാ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ തമാശ പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അച്ഛൻ ആ കങ്കാരുവിനെ കൊണ്ട് അവളെ കെട്ടിച്ചാൽ ആദ്യ രാത്രി തന്നെ ഞരമ്പ് മുറിക്കാനായി അവൾ കരുതി വെച്ചതായിരുന്നു ആ ബ്ലേഡ് എന്ന് സുധീഷ് പറയുന്നുണ്ട്. എനിക്കറിയാം തോമസ് ഏട്ടന് ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് തോമസ് ഏട്ടൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാനേ എനിക്കിപ്പോൾ കഴിയൂ. തോമസ് ഏട്ടൻ ഈ കാരണം കൊണ്ട് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ചാലും എനിക്ക് മറ്റെവിടെയെങ്കിലും പോയി ജോലി അന്വേഷിക്കേണ്ടി വരും. അൻസി ചേച്ചിയായിട്ടുള്ള തോമസ് ഏട്ടൻ്റെ ജീവിതം ഒരു പാഴ് വിലയുള്ളതാണെന്ന് തോമസ് ഏട്ടന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തോമസിനെ നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.